ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 2024 ജൂലൈ മാസം 23 തീയതി ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്തായുടെ 25ാം ഓർമ്മ പെരുന്നാളാണ്. രജത ജൂബിലി ഓർമ്മ പെരുന്നാൾ. 25 വർഷം ആയി അദ്ദേഹം നമ്മിൽ നിന്ന് കാലം ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ട്. ഈ മഹത് വ്യക്തിത്വം തീർച്ചയായും നമ്മെ ദൈവവിളിയുടെ അർത്ഥവും പൊരുളും എന്തെന്ന് പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. പാഠം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത 1926 ജനിച്ചത്. കോഴഞ്ചേരിയിൽ തേവർവേലിൽ കുടുംബത്തിൽ. 1999 അദ്ദേഹം കാലം ചെയ്തു. 73 വർഷങ്ങൾ. ഈ കാലഘട്ടത്തിൽ അസാമാന്യവും അസാധാരണവുമായ ഒരു ജീവിതം മാതൃകയായി നമുക്ക് മുമ്പിൽ അദ്ദേഹം ഇന്നും നമുക്ക് സ്വീകാര്യമായി വയ്ക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിൽ കാണുന്ന അസാമാന്യവും അസാധാരണവുമായ ജീവിതത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം, ഹൈസ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം മധുര അമേരിക്കൻ കോളേജിൽ ചരിത്രത്തിൽ അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് പാസ്സായി 1948. അതിനുശേഷം അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടുകയുണ്ടായി 1950. ബോംബെ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായി 1953. 1954 കോഴഞ്ചേരി സഹകരണ ബാങ്കിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. 1957 വരെ ആ ജോലിയിൽ തുടർന്നു. 1957 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ മദ്രാസിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് കോളേജിൽ വീണ്ടും ഒരു ബിരുദാനന്തര ബിരുദം പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ചെലവിൽ അദ്ദേഹത്തെ അയച്ചു. 1957 1957 അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു വശത്ത് അദ്ദേഹത്തിന് ജോലി, ഉയർന്ന വിദ്യാഭ്യാസം, അങ്ങനെ സാമാന്യമായി നോക്കുമ്പോൾ ഒരു യുവാവിന് ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ സാഹചര്യം, ഭൗതികമായ സാഹചര്യം, അങ്ങനെ അനുകൂലമായ ഒരു ജീവിത സാഹചര്യത്തിൽ അദ്ദേഹം അസാധാരണവും അസാമാന്യവുമായ ഒരു ജീവിത വഴി സ്വീകരിക്കുന്നതിന് തീരുമാനമെടുത്തു. അദ്ദേഹം അവിടെ പഠിക്കുന്നതിന് തുടങ്ങുമ്പോൾ മനസ്സ് അസ്വസ്ഥമായി. ധാരാളം ചോദ്യങ്ങൾ തന്നോട് തന്നെ ചോദിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമെന്താ? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താ? ആത്യന്തികമായി എനിക്ക് സന്തോഷവും ആനന്ദവും തരുന്നത് എന്താണ്? ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. അവസാനം ഒരു തീരുമാനമെടുത്തു. എൻ്റെ നിയോഗം ഈ ഉദ്യോഗമല്ല, പിന്നെയോ ദൈവത്തെ സേവിക്കുകയും മനുഷ്യരെ ശുശ്രൂഷിക്കുകയുമാണ് എൻ്റെ വഴിയും വിളിയും എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു.
നമ്മളും ചോദിക്കേണ്ടതാ, എൻ്റെ വിളി എന്താ? ദൈവവിളി എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ വഴി ഏതാണ് എന്ന ചോദ്യം. ദിയോസ്കോറോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ദൈവികമായ ഒരു വൈദികനായുള്ള ശുശ്രൂഷയും അതേസമയം മാനവ സമൂഹത്തെ സേവിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമുള്ള ഒരവസരവുമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിളിയും നിയോഗവും എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം പഠനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ വന്നു. 1958 അദ്ദേഹം സെമിനാരിയിൽ, കോട്ടയത്ത് സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു. 1962 അദ്ദേഹം GST ബിരുദം നേടി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അമേരിക്കയിലും ജെറുസലേമിലും വൈദിക ശാസ്ത്രം, ദൈവശാസ്ത്രം പഠിക്കുന്നതിനുള്ള അവസരമായി മാറ്റുകയുണ്ടായി. അദ്ദേഹം 1977 മെത്രാപ്പോലീത്തയായി ഉയർത്തപ്പെട്ടു. 1979 ജനുവരി മാസം 1-ാം തീയതി അദ്ദേഹത്തെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായി സഭ നിയോഗിച്ചു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷ 92 പള്ളികൾ, ചെറുതും വലുതുമായ, സാമ്പത്തികമായ ഒത്തിരി ക്ലേശങ്ങളുള്ള സാഹചര്യം, അങ്ങനെ അദ്ദേഹം അജപാലന ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കുന്നതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം 1980 ഒരു സ്കൂൾ ആരംഭിച്ചു കുമാരപുരത്ത്. അത് കഴിഞ്ഞതിന് ശേഷം അത് അലത്തറയിൽ 3.5 ഏക്കർ സ്ഥലം വാങ്ങി അവിടേക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്ന് വരത്തക്ക വിധം സ്കൂൾ അവിടെ സ്ഥാപിച്ചു. 1986 അലത്തറയിൽ ആ സ്കൂളിനോട് ചേർന്ന് തന്നെ വികലാംഗരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭവനം അദ്ദേഹം സ്ഥാപിച്ചു. ഹോളി ട്രിനിറ്റി ഹോം ഫോർ ദി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. അന്ന് പോളിയോ ബാധിച്ച കുഞ്ഞുങ്ങൾ, കാലും കൈയും തളർന്നവർ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങളുള്ള കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിച്ച് പഠിപ്പിച്ച് അദ്ദേഹം വളർത്തുന്നതിൽ ശ്രദ്ധാലുവായി. 1990 ഭിന്നശേഷിക്കാരായ ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ പഠിപ്പിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി മാരിയോൺ പ്ലേ ഹോം എന്ന സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് സ്ഥാപിച്ച് വളർത്തുന്നതിന് വേണ്ടി അലത്തറയിൽ ഒരു 10 ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങിച്ചു വേർതിരിച്ചു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഫാർമസി കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഉണ്ടാവുന്നതിന് അടിസ്ഥാനമൊരുക്കി. VMDM സെൻറ്റർ വട്ടശ്ശേരിൽ മോർ ദെവന്നാസ്യോസ് സെൻറ്റർ, അത് ആയൂരിന് 5ലേക്ക് പോകുമ്പോൾ 3 കിലോമീറ്റർ കഴിയുമ്പോഴുള്ള ഇടമുളയ്ക്കൽ കേന്ദ്രമായാണ് 12 ഏക്കർ സ്ഥലമാണ് അവിടെ അദ്ദേഹം സമ്പാദിച്ചത്. സ്കൂളും അതുപോലെ തന്നെ ഹോളി ട്രിനിറ്റി ഹോമും സ്ഥിതി ചെയ്യുന്ന സ്ഥലം 3.5 ഏക്കറാണ്. അലത്തറയിൽ തന്നെ കോളേജിന് വേണ്ടി 10 ഏക്കർ സ്ഥലമാണ് വാങ്ങിച്ചത്. ആകെ കൂടെ 1979 മുതൽ 1999 കാലം ചെയ്യുന്നത് വരെയുള്ള 2 ദശാബ്ദങ്ങൾ അദ്ദേഹം സഭയ്ക്ക് വേണ്ടി നേടിയെടുത്തതെല്ലാം സഭയ്ക്ക് വേണ്ടിയായിരുന്നു. സഭയ്ക്ക് വേണ്ടി നേടിയെടുത്തത് എത്ര അധികമായിരുന്നു എന്ന് നമ്മൾ കാണും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട പാഠം, അദ്ദേഹം നിറപടിയായി ശുശ്രൂഷ നിർവഹിച്ച
ഒരു അജപാലകനായിരുന്നു. അജപാലന ശുശ്രൂഷ അത് വളരെ ശ്രദ്ധയോടുകൂടെ നിർവഹിച്ചിരുന്നു. അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അതുകൊണ്ടാണ് സാമൂഹ്യ പ്രതിബദ്ധമായ അതിനുവേണ്ടി ആ സാമൂഹ്യ പ്രതിബദ്ധത പ്രകാശിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ജീവകാരുണ്യ സംരംഭങ്ങൾ, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തെ അജപാലന ശുശ്രൂഷയ്ക്ക് പ്രവിശാലമായ ഒരു ചുറ്റുവട്ടമുണ്ടാക്കി. അജപാലന ശുശ്രൂഷയോടൊപ്പം ദീനാനുകമ്പ പ്രകാശിപ്പിക്കുന്നതും സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിനുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജീവകാരുണ്യ സംരംഭങ്ങളും അജപാലന ശുശ്രൂഷയോട് ചേർത്ത് വെച്ചുകൊണ്ട് 2 പതിറ്റാണ്ട് സമ്പൂർണമായി സമർപ്പിച്ച മഹിതാചാര്യനായിരുന്നു ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത. ഒരു ഉയർന്ന ഉദ്യോഗത്തിനുള്ള സാഹചര്യം, ജീവിതം സുരക്ഷിതമാക്കുവാനുള്ള അന്തരീക്ഷം, അതിനേക്കാളധികം അജപാലന ശുശ്രൂഷയും സാമൂഹ്യ പ്രതിബദ്ധതയും ദീനകാനുകമ്പയുമുള്ള മാനവസേവയുമാണ് വിളിയും നിയോഗവുമെന്ന് തിരിച്ചറിഞ്ഞ് സമർപ്പിച്ച ഒരു മഹിതാചാര്യനായിരുന്നു ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത. അദ്ദേഹം 1999 ജൂലൈ മാസം 23-ാം തീയതി കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക നമുക്ക് സ്വാംശീകരിക്കാനും അനുകരിക്കാനും കഴിയട്ടെ. ഇങ്ങനെയുള്ള ദൈവവിളിയും അതിനുള്ള സമർപ്പണവും സ്വീകരിക്കുവാൻ ദൈവം നമ്മെയും നോക്കുന്നു. നമ്മിൽ നിന്നും അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി നമ്മെ നോക്കുന്നുണ്ട്. ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കേവർക്കും എക്കാലവും പ്രേരണയും പ്രചോദനവുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് അഭയമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും.